എല്ലാവരെയും കണ്ടു കൂടി വോട്ടുറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. സമയത്തിലേക്കായിരുന്നു എല്ലാ സാധനവും ഏറ്റുവാങ്ങി രാവിലെ തന്നെ എത്തി. രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ എത്തി. കാര്യങ്ങളൊക്കെ വളരെ സെറ്റാണ്. ഇത്തവണ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവർ. 2 ഏരിയ ആയിട്ട് ഒരു കൗണ്ടറിൽ തന്നെ 2 ബൂത്തുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇനി പോലീസ് ഓഫീസറെയും കൂടെ കിട്ടിയാൽ ഞങ്ങൾ റൂട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. യൂണിറ്റൊക്കെ നോക്കി എല്ലാം പക്കയാണ്. ഇതുവരെയൊക്കെ ഓക്കെയാണ്. ഇനി പണി മുടക്കില്ല എന്ന് വിചാരിക്കാം. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇനി നേരെ ബൂത്ത് പോലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഏരിയയിലേക്കുള്ള വണ്ടിയിലുള്ള എല്ലാവരും റെഡി ആവണം. അത് റെഡി ആവുന്ന സമയത്താണ് നമുക്ക് പോകാൻ വേണ്ടി കഴിയുക. നമ്മുടെ റൂട്ട് ഓഫീസർ നമ്മളെ വിളിക്കും. ആ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടായത് ഇപ്പോൾ വൈകി വന്നവർക്കൊന്നും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല. നേരത്തെ വന്നവർക്ക് മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. പലരും നേരത്തെ രാവിലെ എത്തി കാണുന്നുണ്ടായിരുന്നു ഇവിടെ. നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു യന്ത്രമല്ലേ, നിങ്ങൾക്ക് ഒരു വോട്ടിംഗ് മെഷീനല്ലേ ഉള്ളൂ? കോർപ്പറേഷൻ ഒരു വോട്ടല്ലേ ഉള്ളൂ. കോർപ്പറേഷൻ ഏരിയയിൽ ഒരു വോട്ടല്ലേ ഉള്ളൂ. ഒരു മെഷീനും കാത്തിരിക്കുന്നത് കൂടുതൽ വരാനാണോ? അത് ബസ്സിലുള്ള മറ്റു ടീമുകൾ വരാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഒരുമിച്ച് പോകും സാർ. എല്ലാം ഉഷാറായി. സൗകര്യങ്ങളൊക്കെ തൃപ്തമാണ്. ഇനിയിപ്പോൾ ബസ് വന്നാലേ പോകാൻ പറ്റും. 4 ടീമാണ് വരാനുള്ളത്. ബസ് വന്നു കഴിഞ്ഞാൽ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ